മറ്റൊരു കർക്കിടക മാസം കൂടി ആഗതമാവുകയാണ്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസം എന്നാൽ പരമ്പരാഗത ആയുർവേദ ആത്മീയ ദിനചര്യകളുടെ കാലമാണ്. ശക്തമായ മഴയുടെ കാലത്ത് ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും പുനർനവീകരണം നടത്താനും വേണ്ടിയാണ് ഈ ദിനചര്യകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വർഷചര്യകളെ കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് ആയുർവേദ ചികിത്സകയായ ഡോക്ടർ മർവ. കേരളത്തിൽ മഴക്കാലം പ്രകൃതിയുടെ അനുഗ്രഹമാണ്. പച്ചപ്പും തണുപ്പും നിറഞ്ഞ ഈ കാലാവസ്ഥ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മഴക്കാലം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണെന്ന് ആയുർവേദം പഠിപ്പിക്കുന്നു. ആയുർവേദത്തിൽ ഒരു വർഷത്തെ 6 ഋതുക്കളായി വിഭജിച്ചിരിക്കുന്നു. അവയിൽ മഴക്കാലത്തെ വർഷ ഋതു എന്നാണ് വിളിക്കുന്നത്. സാധാരണയായി ആഷാഢം, ശ്രാവണം മാസങ്ങളാണ് വർഷ ഋതുവായി കണക്കാക്കുന്നത്. മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ ഈർപ്പം വർദ്ധിക്കുകയും ദഹനശക്തി കുറയുകയും ചെയ്യുന്നു. ശരീരത്തിൽ വാതദോഷം വർദ്ധിക്കുന്നതായും ആയുർവേദം പറയുന്നു. അതിനാൽ ഈ കാലത്ത് ഭക്ഷണത്തിലും ജീവിതശൈലിയിലും പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ആദ്യം മഴക്കാലത്ത് ദഹനശക്തിക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കാം. വേനൽക്കാലത്തെ ചൂടിന് ശേഷം പെട്ടെന്ന് മഴയും തണുപ്പും വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ദഹനശക്തി ദുർബലമാകുന്നു. അതുകൊണ്ട് സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പോലും ചിലപ്പോൾ ദഹിക്കാതെ വരാം. വയറുവീർപ്പ്, ഗ്യാസ്, അജീർണം, വിശപ്പില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരുന്നു. അതുകൊണ്ട് മഴക്കാലത്ത് ലഘുവായതും എളുപ്പം ദഹിക്കുന്നതുമായ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. ചൂടുള്ളതും പുതുതായി പാകം ചെയ്തതുമായ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. പഴകിയ ഭക്ഷണങ്ങൾ, ഫ്രിഡ്ജിൽ ദിവസങ്ങളോളം സൂക്ഷിച്ച ഭക്ഷണങ്ങൾ എന്നിവ പരമാവധി ഒഴിവാക്കുക. കഞ്ഞി, പയർവർഗ്ഗങ്ങൾ, വേവിച്ച പച്ചക്കറികൾ, ചൂടുള്ള സൂപ്പുകൾ തുടങ്ങിയവ നല്ലതാണ്. ഇഞ്ചി, കുരുമുളക്, ജീരകം, മല്ലി തുടങ്ങിയ ദഹനം മെച്ചപ്പെടുത്തുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. മഴക്കാലത്ത് തണുത്ത പാനീയങ്ങൾ, ഐസ്ക്രീം, അമിതമായി എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡുകൾ എന്നിവ പരമാവധി കുറയ്ക്കുന്നത് നല്ലതാണ്. വെള്ളത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാം. മഴക്കാലത്ത് വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നത് വളരെ നല്ല ശീലമാണ്. ആയുർവേദത്തിൽ ഉഷ്ണോദകം അഥവാ തിളപ്പിച്ച വെള്ളത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അടുത്തതായി വ്യക്തി ശുചിത്വത്തിന്റെ പ്രാധാന്യം നോക്കാം. മഴക്കാലത്ത് ബാക്ടീരിയകളും ഫംഗസുകളും കൂടുതൽ വളരാൻ സാധ്യതയുണ്ട്. മഴ നിറഞ്ഞ വസ്ത്രങ്ങൾ കൂടുതൽ നേരം ധരിക്കാതിരിക്കുക. കാലുകൾ നന്നായി കഴുകി ഉണക്കുക. ചർമ്മരോഗങ്ങൾ വരാതിരിക്കാൻ ശരീര ശുചിത്വം പാലിക്കണം. മഴക്കാലത്ത് കുട്ടികളും മുതിർന്നവരിലും ജലദോഷം, പനി, തൊണ്ടവേദന, ചുമ എന്നിവ കൂടുതലായി കണ്ടുവരാറുണ്ട്. ഇത്തരം രോഗങ്ങളെ പ്രതിരോധിക്കാൻ ആവശ്യമായ ഉറക്കം, പോഷക സമൃദ്ധമായ ഭക്ഷണം, ശുചിത്വം എന്നിവ വളരെ പ്രധാനമാണ്. ആയുർവേദം മഴക്കാലത്ത് ശരീരത്തെ സംരക്ഷിക്കാൻ ചില പ്രത്യേക ജീവിതശൈലി നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. ദിവസത്തിൽ പകൽ ഉറങ്ങുന്നത് ഒഴിവാക്കുക. കാരണം ഇത് ദഹനശക്തിയെ കൂടുതൽ ദുർബലമാക്കാം. അതേസമയം രാത്രി ആവശ്യത്തിന് ഉറങ്ങുകയും വിശ്രമിക്കുകയും വേണം. മിതമായ വ്യായാമം ചെയ്യാം. എന്നാൽ അമിതമായ കഠിന വ്യായാമം ഈ കാലത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. നടത്തം, യോഗ, ലഘു വ്യായാമങ്ങൾ എന്നിവ ആരോഗ്യത്തിന് ഗുണകരമാണ്. മഴക്കാലം ആയുർവേദ ചികിത്സകൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണെന്നും ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നു. ഈ സമയത്ത് ശരീരത്തിലെ സ്രോതസ്സുകൾ കൂടുതൽ സ്വീകരണശേഷിയുള്ളവയാകുന്നതിനാൽ പല പഞ്ചകർമ്മ ചികിത്സകളും പരമ്പരാഗതമായി മഴക്കാലത്ത് ചെയ്യാറുണ്ട്. എന്നാൽ യോഗ്യമായ ആയുർവേദ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ. മഴക്കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണെങ്കിലും ചെറിയ ചില മുൻകരുതലുകൾ സ്വീകരിച്ചാൽ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും. ചൂടുള്ളതും പുതുതായി പാകം ചെയ്തതുമായ ഭക്ഷണം കഴിക്കുക. തിളപ്പിച്ച വെള്ളം കുടിക്കുക. ശരീരവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ആവശ്യത്തിന് വിശ്രമിക്കുകയും ഉറങ്ങുകയും ചെയ്യുക. മിതമായ വ്യായാമം ശീലമാക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ ചെയ്യാതെ ഡോക്ടറുടെ ഉപദേശം തേടുക. ആയുർവേദത്തിന്റെ പ്രധാന സന്ദേശം രോഗം വന്ന ശേഷം ചികിത്സിക്കുക എന്നതല്ല, രോഗം വരാതിരിക്കാൻ ജീവിതശൈലി ക്രമപ്പെടുത്തുക എന്നതാണ്. ഈ മഴക്കാലത്ത് നമുക്കും നമ്മുടെ കുടുംബത്തിനും ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തിയെടുക്കാം. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുമ്പോൾ ആരോഗ്യം സ്വാഭാവികമായി നമ്മെ അനുഗമിക്കും. വർഷചര്യകളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആയുർവേദ ചികിത്സകയായ ഡോക്ടർ മർവ. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.